സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി 6.5 പതിറ്റാണ്ട് നിലനിന്ന കർമ്മധീരനായ പി.ജി. മാസ്റ്റർ എന്ന പേരിലറിയപ്പെട്ട പാസ്റ്റർ കെ.ഒ. വർഗീസ് ഇനി ഓർമ്മ. വേദാധ്യാപകൻ, പ്രഭാഷകൻ, ഗ്രന്ഥകാരൻ, ഗാനരചയിതാവ്, സുവിശേഷകൻ എന്നിങ്ങനെ വ്യത്യസ്ത നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം മാർച്ച് 19 തന്റെ 93-ാമത്തെ വയസ്സിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രത്യാശ തീരമണഞ്ഞു. കത്തോലിക്ക സഭാംഗമായ തൃശൂർ അർണാട്ടുകര കോമ്പാറ വീട്ടിൽ ഔസേഫ് ഇറ്റിയനം ദമ്പതികളുടെ 9 മക്കളിൽ 3-ാമത്തെ മകനായി 1933 ഡിസംബർ 25-നാണ് ജനനം. സുവിശേഷകൻ C.V. താലപ്പൻ നയിച്ചിരുന്ന ക്രിസ്തീയ കൂടാര സഭാംഗമായിരുന്ന കോമ്പാറ ഔസേഫ് കുടുംബം പിന്നീട് 1943 കാലഘട്ടത്തിൽ നെല്ലിക്കുന്ന് ബ്രദറൻ സഭയിലെത്തി. വർഷങ്ങൾക്ക് ശേഷം എറണാകുളം തേവരയിൽ ബ്രദറൻ ബൈബിൾ കോളേജിലെ ആദ്യ ബാച്ചിൽ വിദ്യാർത്ഥിയായി വേദപഠനം നടത്തി. പിന്നീട് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് പൂർത്തിയാക്കി. ആദ്യമായി തൃശൂർ ജില്ലയിലെ കുണ്ടുകാട്, അന്തിക്കാട്, മേത്തല, വരവൂർ എന്നിവിടങ്ങളിൽ സ്കൂൾ അധ്യാപകനായി. 1956 പി.ജി. മാസ്റ്റർ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്നു. ആദ്യ നാളുകളിൽ നെല്ലിക്കുന്ന് IPC സഭയുമായി ബന്ധപ്പെട്ട് ആത്മീയ ശുശ്രൂഷകളിൽ പങ്കാളിയായി. 1958 തൃശൂർ ആലപ്പാട്ട് ചെമ്പൻ ഔസേപ്പിന്റെ മൂത്ത മകൾ റേച്ചലിനെ ജീവിത സഖിയാക്കി. പിന്നീട് പി.ജി. ഗവൺമെന്റ് LP സ്കൂളിലേക്ക് അധ്യാപകനായി 1960 ജൂൺ 13-നെത്തി. കുടുംബമായി പി.ജിയിലേക്ക് താമസവും മാറ്റി. സമീപ പ്രദേശത്ത് അധ്യാപകർ അനേകരുണ്ടെങ്കിലും പി.ജി. മാസ്റ്റർ എന്ന പേരിൽ പാസ്റ്റർ കെ.ഒ. വർഗീസ് അറിയപ്പെട്ടു തുടങ്ങി. ഈ കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ജോലിയോടൊപ്പം സുവിശേഷ വേലയിൽ വ്യാപൃതനായി. തുടർന്ന് പ്രധാന അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. ദൈവരാജ്യത്തിനു വേണ്ടി ആത്മാക്കളെ നേടുക എന്ന മഹത്തായ ദൗത്യം ശ്രേഷ്ഠ പദവിയായി താൻ കണക്കാക്കി. അതോടൊപ്പം ദൈവം പകർന്നു നൽകിയ അധ്യാപന മികവിലൂടെ നൂറുകണക്കിന് ചെറുപ്പക്കാരെ ദൈവവചനം പഠിപ്പിച്ച് കർത്തൃ ശുശ്രൂഷയ്ക്കായി ഒരുക്കിയെടുത്തു. പെന്തക്കോസ്ത് ലോകത്തും പി.ജി. മാസ്റ്റർ എന്ന പേര് എല്ലാവർക്കും സുപരിചിതമാണ്. ആമ്പല്ലൂർ IPC സഭയുടെ ശുശ്രൂഷകനായി സഭാപ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വന്ന പാസ്റ്റർ കെ.ഒ. വർഗീസ് 4 പതിറ്റാണ്ടുകാലം IPC പി.ജി. സെന്ററിന്റെ ചുമതലയും വഹിച്ചു. നിരവധി തവണ പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും ദൈവത്തിലുള്ള ആഴമേറിയ ആശ്രയവും വിശ്വാസവും പാസ്റ്റർ വർഗീസ് മുറുകെ പിടിച്ചു. ഏത് കഠിന രോഗത്തിന്റെ മുൻപിലും മരുന്നിൽ ആശ്രയിക്കാതെ പ്രാർത്ഥിച്ച് അത്ഭുത രോഗശാന്തി നേടിയിട്ടുള്ള അദ്ദേഹം അന്ത്യം വരെയും ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചുനിന്നു. ലളിത ജീവിതം നയിച്ചിരുന്ന പി.ജി. മാസ്റ്റർ വർഷങ്ങളോളം ചെരുപ്പ് ധരിച്ചിരുന്നില്ല. 1975 പി.ജി. ഗവൺമെന്റ് സ്കൂളിന്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ കാലിൽ ബൾബിന്റെ ചില്ല് തുളച്ചു കയറി. ഡോക്ടറെ കാണിക്കുവാൻ താല്പര്യമില്ലാത്ത പി.ജി. മാസ്റ്റർ ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമർപ്പിച്ചു. ചില്ല് കയറിയ ഭാഗത്ത് അണുബാധ മൂലം പഴുപ്പ് വ്യാപിച്ചു. ചുറ്റുപാടുമുള്ള ജനങ്ങൾ മാസ്റ്ററുടെ മരണം ഉറപ്പാക്കി. ബലമായി ആശുപത്രിയിലേക്ക് മാറ്റുവാനുള്ള തീരുമാനത്തോടെ നാട്ടുകാർ ജില്ലാ കളക്ടറുടെ അനുമതി വാങ്ങി പോലീസ് സഹായത്തോടെ സഭാ ഹാളിലെത്തിയെങ്കിലും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ കഴിയാതെ കൊണ്ടുപോകാൻ വന്നവർ തിരിച്ചു പോകേണ്ടി വന്നു. മരണത്തെ മുഖാമുഖം കണ്ട് മാസങ്ങളോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ സഭാ ഹാളിൽ വിശ്രമിച്ചു. പിന്നീട് അത്ഭുതകരമായി ദൈവം അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു. ചെന്നായപ്പാറയിൽ ഭവന സന്ദർശനം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് വരുന്നതിനിടയിൽ അണലിവർഗത്തിൽപ്പെട്ട പാമ്പിന്റെ കടിയേറ്റിട്ടും പ്രാർത്ഥനയിലൂടെ സൗഖ്യം പ്രാപിച്ചു. വർഗീസ് വർഷമായി ഞങ്ങൾക്കുള്ള ബന്ധം ദീർഘകാല ബന്ധമാണ്. 1960 പി.ജിയിൽ ഗവൺമെന്റ് LP സ്കൂൾ ആരംഭിച്ച കാലത്ത് ആദ്യത്തെ അധ്യാപകൻ വർഗീസ് വർഷമാണ്. ആ 60 തന്നെയാണ് മീനാക്ഷി ടീച്ചർ എന്ന് പറയുന്നവർ ഡിസംബറിൽ അവിടെ വന്നത്. 61 ഞാൻ അവിടെ ഹാജരായി. പിന്നീട് തുടർന്നുള്ള ഒട്ടേറെ വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഒരേ വിദ്യാലയത്തിൽ ജോലി ചെയ്തു. ആ സഹപ്രവർത്തകർ എന്നുള്ളതും മറ്റ് എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് കൂടിയാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു അസുഖം വന്ന് ഒറ്റയ്ക്കുള്ള അവസരത്തിൽ ജില്ലാ ആസ്പത്രിയിൽ കിടന്നപ്പോൾ എൻ്റെ കൂടെ അന്ന് ആസ്പത്രിയിൽ താമസിച്ച് എന്നെ ശുശ്രൂഷിച്ച വ്യക്തിയാണ്. കാര്യങ്ങളിലും മറ്റധ്യാപകരുടെ പ്രശ്നങ്ങളിലൊക്കെ അദ്ദേഹം സജീവമായി പങ്കെടുത്ത് ഒരു നന്മ നിറഞ്ഞ നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു. പി.ജി. മാസ്റ്റർ എന്ന സുവിശേഷകൻ ഗ്രന്ഥകാരനും ഗാനരചയിതാവും കൂടിയായിരുന്നു. യെശയ്യാവ് 53 ഒരു ധ്യാനം, എഫേസ്യ ലേഖനം ഒരു പഠനം, പാസ്റ്റർ V.K. അബ്രഹാം ജീവചരിത്രം, തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുക്കുന്നവനെ ആദരണമെന്തിന് ലഘുലേഖ എന്നിവ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് ജന്മം കൊണ്ട കൃതികളാണ്. ജീവിതത്തിലെ പല പ്രതിസന്ധികളുടെ മുൻപിലും ദൈവത്തിന്റെ കരുതലും നടത്തിപ്പും ഓർത്ത് ഏതാനും ഗാനങ്ങളും
താൻ രചിച്ചിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഗാനം കാലിൽ പഴുപ്പ് ബാധിച്ച് മാസങ്ങളോളം കിടപ്പിലായ സമയത്ത് ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന പ്രത്യാശയുടെ വരികളാണ്. പോകുകയില്ല നാഥ നിന്നെ വിട്ടുപോകാൻ, ഈ മരുയാത്രയിൽ ക്ലേശങ്ങളിൽ നിന്റെ കാൽച്ചുവട്ടിൽ തന്നെ കിടന്നിടും, നിന്നെ നോക്കിയെന്നും യാത്ര ചെയ്യും ഞാൻ എന്ന ഗാനം ഏറെ പ്രസിദ്ധമാണ്. രോഗശാന്തി വിശ്വസിച്ച് ടീച്ചയിൽ ഒരിട്ട ഹോളിനകത്ത് 5 മാസം കാല് പഠിച്ച് ചെയ്ത് മരണം കാത്ത് കിടക്കുമ്പോൾ ആ പാത്രം നോക്കുമ്പോഴാൽ ഞാൻ എഴുതിയ പാട്ടാണ് പാടാൻ പോകുന്നത്. പോകയില്ല മാത നിന്നെ വിട്ടു ഞാൻ, ഈ മരുയാത്രയിൽ വേഷങ്ങളിൽ നിന്റെ കാഴ്ചവെട്ടിൽ തന്നെ ഞാൻ കിടന്നിടും, നിന്നെ നോക്കി എന്ന് യാത്ര ചെയ്യും ഞാൻ. പാടും ഞാൻ ആ ഭവ്യഗാനം, ശോഭയേറും തീരപ്പ് ഞാൻ പാടുമേ. പാടും ഞാൻ ആ ഭവ്യഗാനം, ശുദ്ധരോടൊത്തു ഞാൻ പാടുമേ. ഏഴുമാടങ്ങായ ഗോതച്ചൂടയിൽ ചത്തു എന്ന ശക്തിയായി തള്ളുമ്പോ മരണനായെന്നു നിന്നെ കാണും ഞാൻ. തീരുകോടി യാത്ര ചെയ്യും സഖി, യാത്ര എന്നു തീരുമോ എന്റെ ക്ഷണം, കാലങ്ങൾ തീർന്നു വിശ്രമിക്കുവാൻ നിന്റെ മുഖം കണ്ടു ഞാൻ, നിത്യം നിത്യം നിന്നിൽ ആനന്ദിക്കുവാൻ. 15 വർഷം IPC സ്റ്റേറ്റ് കൌൺസിൽ മെമ്പറായിരുന്നു. സിയോൺ കാഹള മാസികയുടെ ചീഫ് എഡിറ്റർ, ചെയർമാൻ എന്നീ നിലകളിൽ 9 വർഷം പ്രവർത്തിച്ചു. കൺവെൻഷൻ പ്രഭാഷകൻ എന്ന നിലയിൽ ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി ഒട്ടേറെ വേദികളിൽ പ്രസംഗിച്ചു. കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലുമായി 40-ലധികം ബൈബിൾ കോളേജുകളിൽ ദൈവവചനം പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. ഇന്ന് ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഭൗതിക ശരീരം ഭവനത്തിൽ കൊണ്ടുവരും. തുടർന്ന് 9 മുതൽ വിലങ്ങനൂരിലെ കൺവെൻഷൻ ഗ്രൗണ്ടിലും പൊതുദർശനത്തിനായി വയ്ക്കും. അവിടെയുള്ള ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് കണ്ണാറയിലെ കുടുംബ കല്ലറയിലാണ് സംസ്കാരം. ശുശ്രൂഷയ്ക്ക് IPC കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ ഡോക്ടർ വർഗീസ് ഫിലിപ്പ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഗുഡ് ന്യൂസ് ഫ്ലാഷ്, തൃശൂർ. ഈ മരുയാത്രയിൽ വേഷങ്ങളിൽ നിന്റെ കാഴ്ചവെട്ടിൽ തന്നെ ഞാൻ കിടന്നിടും, നിന്നെ നോക്കി എന്ന് യാത്ര ചെയ്യും ഞാൻ. പാടും ഞാൻ